ഹലോ എവ്രിവൺ, മെത്തേഡ്സ് ഓഫ് പ്രൂവിംഗ് തിയറംസിൻ്റെ രണ്ടാമത്തെ ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് തിയറംസ് പ്രൂവ് ചെയ്യാനായിട്ടുള്ള വേറെ കുറച്ച് മെത്തേഡ്സും കൂടെയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ മെത്തേഡ് പ്രൂഫ് ബൈ കേസസ്. ടു പ്രൂവ് ദി ഇംപ്ലിക്കേഷൻ ഓഫ് ദ ഫോം P1 or P2 or etc. or Pn implies Q, the tautology P1 or P2 or etc. or Pn implies Q is equivalent to P1 implies Q and P2 implies Q and etc. and Pn implies Q can be used as a rule of inference. എന്താ പറയുന്നത്, നമുക്ക് ഇങ്ങനെയുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് P1 or P2 or etc. or Pn implies Q എന്നുള്ള ഫോമിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതെങ്കിൽ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടോട്ടോളജിയാണ് ഈ തന്നിരിക്കുന്നത്. ഈ ടോട്ടോളജിയിൽ പറയുന്നത് നമ്മുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഈക്വലൻ ടു P1 implies Q and P2 implies Q and etc. and Pn implies Q. അപ്പം നമുക്ക് ഇങ്ങനെ ഒരെണ്ണം പ്രൂവ് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഓരോന്നും പ്രൂവ് ചെയ്താൽ മതി. ഓരോന്നും ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ അതുവഴി നമുക്ക് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ടോട്ടോളജിനെയാണ് നമ്മളൊരു റൂൾ ഓഫ് ഇൻഫറൻസ് ആയിട്ട് എടുക്കുന്നത്. This shows that the original implication with a hypothesis made up of disjunctions of propositions P1, P2, etc. Pn can be proved by providing each of the n implications individually. അപ്പം നമുക്ക് ഈ പറയുന്ന ഈ ഇംപ്ലിക്കേഷൻ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അതിൻ്റെ ഹൈപ്പോത്തീസിസ് ഉണ്ടാക്കിയേക്കുന്നത് ഈ P1, P2, etc. Pn എന്ന് പറയുന്ന n പ്രൊപ്പോസിഷൻസിൻ്റെ ഡിസ്ജങ്ഷൻ എടുത്തിട്ടാണ് നമ്മൾ ഹൈപ്പോത്തീസിസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന n ഇംപ്ലിക്കേഷൻസ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. സച്ച് ആർഗ്യുമെൻറ്റ് ഈസ് കോൾഡ് പ്രൂഫ് ബൈ കേസസ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നിനും സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്നതിനാണ് പ്രൂഫ് ബൈ കേസസ് എന്ന് വിളിക്കുന്നത്. സംടൈംസ് ടു പ്രൂവ് ദാറ്റ് ആൻ ഇംപ്ലിക്കേഷൻ P implies Q is true, it is convenient to use a disjunction P1 or P2 or etc. or Pn instead of P as the hypothesis of the implication where P and P1 or P2 or etc. or Pn are equivalent. അപ്പോൾ പറയുന്നത് നമ്മൾ ചില സമയത്ത് P implies Q എന്നുള്ളൊരു ഫോമിലുള്ളൊരു ഇംപ്ലിക്കേഷനാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഈ P എന്ന് പറയുന്ന ഹൈപ്പോത്തീസിസ് എടുക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു ഡിസ്ജങ്ഷൻ ഓഫ് ഹൈപ്പോത്തീസിസ് എടുക്കുന്നതാണ് ചില കേസസിൽ നമുക്ക് അങ്ങനെ എളുപ്പമായിട്ടും വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഇംപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഈ ടോട്ടോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അന്നേരം പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Prove that the implication if n is an integer not divisible by 3 then n square is congruent to 1 mod 3. എന്താ പറഞ്ഞിരിക്കുന്നത്, n എന്ന് പറയുന്ന ഇൻറ്റീജർ 3 കൊണ്ട് ഡിവിസിബിൾ അല്ലെങ്കിൽ n സ്ക്വയർ ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 3 ആണ് എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ P implies Q എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ P implies Q എന്നുള്ള ഫോമിൽ കിടക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞനുസരിച്ചിട്ട് P implies Q ആണെങ്കിൽ പോലും Pനെ നമുക്ക് P1, P2, P3 അങ്ങനെ കുറച്ച് പ്രൊപ്പോസിഷൻസിൻ്റെ ഡിസ്ജങ്ഷനായിട്ട് എഴുതിയിട്ട് പ്രൂവ് ചെയ്യുന്നത് എളുപ്പമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്കിവിടെ അങ്ങനെ ചെയ്യാം. നമ്മൾ ഈ P എന്ന് പറയുന്ന പ്രൊപ്പോസിഷനെ P1ഉം P2 രണ്ട് പ്രൊപ്പോസിഷൻസിൻ്റെ ഡിസ്ജങ്ഷനായിട്ട് നമ്മൾ എടുക്കുകയാണ്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ലെറ്റ് P ബി ദ പ്രൊപ്പോസിഷൻ n ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3. അപ്പോൾ n ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 എന്നുള്ളതിനെ നമ്മൾ P ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ Q ആയിട്ട് നമ്മൾ എടുക്കുന്നത് n സ്ക്വയർ ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 3. അപ്പോൾ P എന്ന് പറയുന്നത് n ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3യും Q എന്ന് പറയുന്നത് n സ്ക്വയർ ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 3യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ Pനെ P1 ഓർ P2 രണ്ട് ഡിസ്ജങ്ഷൻ്റെ രണ്ട് പ്രൊപ്പോസിഷൻസിൻ്റെ ഡിസ്ജങ്ഷനോട് ഈക്വലൻ്റ് ആണെന്നാണ് പറയുന്നത്. വേർ P1 ഈസ് n ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 3 ആൻഡ് P2 ഈസ് n ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 mod 3. അപ്പോൾ n എന്ന് പറയുന്ന നമ്പറിനെ 3 കൊണ്ട് ഡിവിസിബിൾ അല്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ n-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ 1 എന്നുള്ള റിമൈൻഡർ കിട്ടും അല്ലെങ്കിൽ 2 എന്നുള്ള റിമൈൻഡർ കിട്ടും. ഈ രണ്ട് കേസേ വരുള്ളൂ. 1ഉം 2ഉം അല്ലാണ്ട് നമുക്ക് വേറൊരു റിമൈൻഡറും കിട്ടിയല്ല n എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പോൾ അതാണ് നമ്മൾ n ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ ഒന്നെങ്കിൽ n ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 3 ആയിരിക്കും, അതായത് n-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 1 ആയിരിക്കും, അല്ലെങ്കിൽ n ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 mod 3, അതായത് n-നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 2 ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് കേസസേ ഉണ്ടാവുള്ളൂ. അതാ പറയുന്നത് P ഈസ് ഈക്വലൻറ്റ് ടു P1 ഓർ P2.
Hence, to show that P implies Q, it can be shown that P1 implies Q and P2 implies Q. അപ്പോൾ നമ്മൾ P implies Q ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് P1 implies Qവും P2 implies Qവും ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇറ്റ് ഈസ് ഈസി ടു ഗിവ് ഡയറക്റ്റ് പ്രൂഫ് ഓഫ് ദീസ് ടു ഇംപ്ലിക്കേഷൻസ്. അപ്പോൾ ഈ രണ്ട് ഇംപ്ലിക്കേഷൻസ് പ്രൂവ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ അതാ പറഞ്ഞത്, നമുക്ക് P implies Q എന്നാണെങ്കിൽ പോലും നമുക്ക് Pനെ പല പ്രപ്പോസിഷൻസിൻ്റെ ഡിസ്ജങ്ഷനായിട്ട് എഴുതാൻ പറ്റുവാണെങ്കിൽ നമുക്ക് പ്രൂഫ് ചിലപ്പോൾ എളുപ്പം കിട്ടാൻ പറ്റുമായിരിക്കും. ഫസ്റ്റ് സപ്പോസ് ദാറ്റ് P1 ഈസ് ട്രൂ. ആദ്യമേ നമ്മൾ P1 ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. P1 ട്രൂ ആണെങ്കിൽ n ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 3. n ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 3 ആണെങ്കിൽ നമുക്ക് n-നെ 3k + 1 എന്ന് എഴുതാം. അതെന്താ, നമ്മൾ n-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 എന്നുള്ള റിമൈൻഡറാണ് കിട്ടുന്നതെന്നാണ് നമ്മൾ n ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 3 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ തന്നെ നമുക്ക് n ഈസ് ഈക്വൽ ടു 3k + 1 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ n² എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് n² ആയിട്ട് 9k² + 6k + 1 എന്ന് കിട്ടും. അപ്പോൾ അതിനെ നമുക്ക് 3 × 3k² + 2k + 1 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ 3 × സം ഇൻറ്റീജർ +1 എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും n² ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 3 എന്ന് പറയാൻ പറ്റും. ഹെൻസ് ദി ഇംപ്ലിക്കേഷൻ P1 implies Q ഈസ് ട്രൂ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇംപ്ലിക്കേഷൻ P1 implies Q ട്രൂ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. പിന്നെ നമുക്ക് അടുത്തതായിട്ട് പ്രൂവ് ചെയ്യേണ്ടത് രണ്ടാമത്തെ ഇംപ്ലിക്കേഷൻ ട്രൂ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ n ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 mod 3 എന്നെടുക്കുന്നു. അതായത് n-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 2 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന n ഈസ് ഈക്വൽ ടു 3k + 2 എന്ന് എഴുതാൻ പറ്റും. n-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 2. അത് തന്നെ നമുക്ക് വേറൊരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഇങ്ങനെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ n² എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് n² ഈസ് ഈക്വൽ ടു 3 × 3k² + 4k + 1 + 1 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതും 3 × സം ഇൻറ്റീജർ +1 എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്നും പറയാൻ പറ്റും n² ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 3 എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് കിട്ടി P2 implies Qവും ട്രൂ ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മൾ P1 implies Qവും P2 implies Qവും ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും P1 or P2 implies Qവും ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ട്, നമ്മളിപ്പോൾ പറഞ്ഞിരുന്ന ഈ ടോട്ടോളജി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും P1 or P2 implies Qവും ട്രൂ ആണെന്ന് പറയാൻ പറ്റും. P1 or P2 എന്ന് പറയുന്നത് Pക്ക് ഇക്വലൻ്റ് ആണ്. ദെർഫോർ നമുക്ക് പറയാൻ പറ്റും P implies Q ട്രൂ ആണെന്ന് പറയാനായിട്ടും പറ്റും. നമ്മളുടെ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് പ്രൂവിങ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് തിയറംസ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് തിയറംസിൻ്റെ എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത മെത്തേഡിൽ നമ്മൾ നോക്കുന്നത്. ടു പ്രൂവ് എ തിയറം ദാറ്റ് ഈസ് എ ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്, that is a statement of the form P if and only if Q, we show that P implies Q and Q implies P are both true. എന്താ പറയുന്നത്, നമുക്ക് P if and only if Q എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ അതിനാണ് നമ്മൾ ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ P if and only if Q എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ പ്രൂവ് ചെയ്യാനായിട്ടും P implies Qവും Q implies Pയും ട്രൂ ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ P implies Qവും Q implies Pയും ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് പറയാൻ പറ്റും P if and only if Q എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ദ വാലിഡിറ്റി ഓഫ് ദിസ് അപ്രോച്ച് ഈസ് ബേസ്ഡ് ഓൺ ദ ടോട്ടോളജി. ഈ തന്നിരിക്കുന്ന ടോട്ടോളജിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് തിയറംസിനെ പ്രൂവ് ചെയ്യുന്ന ഈ മെത്തേഡ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ, പ്രൂവ് ദാറ്റ് ദ തിയറം ഇഫ് n ഈസ് ആൻ ഇൻറ്റീജർ ദെൻ n ഈസ് ഓഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് n² ഈസ് ഓഡ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നു n ഒരു ഇൻറ്റീജർ ആണെങ്കിൽ n ഓഡ് ആവുന്നത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് n² ഓഡ് ആവുമ്പം, അതായത് n ഓഡ് ആവുമ്പോൾ n² ഓഡായിരിക്കും, n² ഓഡ് ആവുമ്പോൾ n ഓഡായിരിക്കും. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ P ആയിട്ട് n ഈസ് ഓടുന്നു എടുക്കുന്നു, Q ആയിട്ട് n² ഈസ് ഓടുന്നു എടുക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ P implies Qവും Q implies Pയും രണ്ടും പ്രൂവ് ചെയ്താൽ മതി നമുക്ക്. അപ്പോൾ ആദ്യമേ P implies Q പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇഫ് n ഈസ് ഓഡ് ദെൻ n² ഈസ് ഓഡ് എന്നുള്ളതാണ്. അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ലെക്ചറിൽ പ്രൂവ് ചെയ്തതാണ്. അത് നിങ്ങൾ കഴിഞ്ഞ ലെക്ചർ കണ്ടവർക്ക് മനസ്സിലാവും. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ലെക്ചറിൽ പ്രൂവ് ചെയ്താണ് ഇഫ് n ഈസ് ഓഡ് ദെൻ n² ഈസ് ഓഡ് എന്നുള്ളത്. അപ്പം നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത എന്താ, Q implies P, അതായത് ഇഫ് n² ഈസ് ഓഡ് ദെൻ n ഈസ് ഓഡ്. അതാണ് നമ്മളിനി പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺട്രാപ്പൊസിഷനാണ് എടുക്കുന്നത്. കോൺട്രാപ്പൊസിഷൻ എന്ന് പറയുമ്പം P implies Q ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതെങ്കിൽ നെഗേഷൻ ഓഫ് Q implies നെഗേഷൻ ഓഫ് P എന്നുള്ളതാണ് നമ്മുടെ കോൺട്രാപ്പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് Q implies P ആണ് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കൺക്ലൂഷൻ ഫോൾസ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. കൺക്ലൂഷൻ ഫോൾസ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് n ഓഡ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ n ഈവൻ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെഗേഷൻ P നമ്മൾ അസ്യൂം ചെയ്തു, അതുകൊണ്ട് നമുക്ക് നെഗേഷൻ Q കിട്ടുന്നു എന്ന് നമ്മൾ കാണിക്കണം. അപ്പോൾ നമ്മൾ P
നെഗേഷൻ പി ട്രൂ ആണെങ്കിൽ എൻ ഈവൻ ആണെന്നാണ് അർത്ഥം. അപ്പോൾ എൻ ഈവൻ ആണെങ്കിൽ എൻ ഈസ് ഈക്വൽ ടു 2k എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എൻ സ്ക്വയറിനെ നമുക്ക് 2 × 2k² എന്ന് എഴുതാൻ പറ്റും. അതായത് എൻ സ്ക്വയർ ഈവൻ ആണ്. അതായത് നെഗേഷൻ പി ക്യൂവും ട്രൂ ആണ്. അപ്പം നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ ട്രൂ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും പി ക്യൂ ഇംപ്ലൈസ് പി ട്രൂ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് നമ്മൾ കോൺട്രാപ്പൊസിഷൻ മെത്തേഡ് വഴിയാണ് നമ്മളിപ്പോൾ ഈ പ്രൂഫ് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി പി ഇംപ്ലൈസ് ക്യൂവും ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു, ക്യൂ ഇംപ്ലൈസ് പിയും ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പം നമുക്ക് അതുകൊണ്ട് ഈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് തിയറം, പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്നുള്ള ഈ തിയറം ട്രൂ ആണെന്ന് നമുക്ക് പറയാനായിട്ടും പറ്റും. നമ്മുടെ അടുത്ത പ്രൂവിങ് മെത്തേഡ് പ്രൂവിങ് ഈക്വലൻസസ് ഓഫ് സെവറൽ പ്രൊപ്പോസിഷൻസ്. അപ്പോൾ നമുക്ക് ഒരു പ്രൊപ്പോസിഷന് പകരം പല പ്രൊപ്പോസിഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വലൻസിനെ പ്രൂവ് ചെയ്യാനായിട്ടുള്ള മെത്തേഡാണ് പറയുന്നത്. സംടൈംസ് എ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് സെവറൽ പ്രൊപ്പോസിഷൻസ് ആർ ഇക്വലൻറ്റ്. ചില സമയത്ത് ചില തിയറങ്ങൾ പറയുന്നത് പല പ്രൊപ്പോസിഷൻസ് ഇക്വലൻ്റ് ആണ് എന്നാണ് പറയുന്നത്. സച്ച് എ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദ പ്രൊപ്പോസിഷൻ P1, P2, P3 എക്സെട്ര Pn ആർ ഇക്വലൻറ്റ്. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, അപ്പോൾ P1, P2 എക്സെട്ര Pn ഇക്വലൻ്റ് ആണെങ്കിൽ നമുക്ക് അതിനെ പറയാൻ പറ്റും P1 ഇഫ് ആൻഡ് ഓൺലി ഇഫ് P2 ഇഫ് ആൻഡ് ഓൺലി ഇഫ് P3 ഇഫ് ആൻഡ് ഓൺലി ഇഫ് അങ്ങനെ എക്സെട്ര ഇഫ് ആൻഡ് ഓൺലി ഇഫ് P1 Pn. ഇങ്ങനെയുള്ള ഫോമിൽ നമുക്ക് ചിലപ്പോൾ തിയറംസ് വരാം. which states that all n propositions have the same truth value. അപ്പോൾ ഇങ്ങനെ തന്നിരിക്കുന്നെങ്കിൽ നമ്മുടെ n പ്രൊപ്പോസിഷൻസിനും സെയിം ട്രൂത്ത് വാല്യൂ ആണെന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെയുള്ളത് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ് പറയുന്നത്. വൺ വേ ടു പ്രൂവ് ദിസ് മ്യൂച്വലി ഈക്വലൻസ് ഈസ് ടു യൂസ് ദ ടോട്ടോളജി. ഈ താഴെ തന്നിരിക്കുന്ന ടോട്ടോളജി യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇത് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ടോട്ടോളജിയിൽ എന്താ തന്നിരിക്കുന്നത് നോക്കിക്കേ. നമ്മുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഈക്വലൻ ടു P1 implies P2 and P2 implies P3 and etc. and Pn implies P1. അതായത് P1 implies P2, ആദ്യത്തേത് രണ്ടെണ്ണവും തമ്മിൽ P1 implies P2 and P2 implies P3 etc. and Pn ലാസ്റ്റത്തേത് implies ഫസ്റ്റത്തേത്. അപ്പോൾ ആദ്യത്തേത് രണ്ടാമത്തേതിനെ ഇംപ്ലൈ ചെയ്യുന്നു, രണ്ടാമത്തേത് മൂന്നാമത്തേതിനെ ഇംപ്ലൈ ചെയ്യുന്നു, അങ്ങനെ ലാസ്റ്റത്തേത് വരെ ഇംപ്ലൈ ചെയ്യുന്നു എന്ന് കാണിച്ചിട്ട് ലാസ്റ്റത്തേത് വീണ്ടും ഒന്നാമത്തേതിനെ ഇംപ്ലൈ ചെയ്യുന്നു എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വലൻസ് പ്രൂവ് ചെയ്യാനായിട്ടും സാധിക്കും. This shows that if the n conditional statements P1 implies P2, P2 implies P3, etc., Pn implies P1 can be shown to be true, then the propositions P1, P2, etc., Pn are all equivalent. അപ്പോൾ ഇത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് പറയാൻ പറ്റിയ n പ്രൊപ്പോസിഷൻസ് ഇക്വലൻ്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഷോ ദാറ്റ് ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദ ഇൻറ്റീജർ n ആർ ഇക്വലൻറ്റ്. ഈ താഴെ തന്നിരിക്കുന്നത് നമുക്ക് 3 പ്രൊപ്പോസിഷൻ തന്നിട്ടുണ്ട്. ഈ 3 എണ്ണം ഇക്വലൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് n ഈസ് ഈവൻ, രണ്ടാമത്തേത് n-1 ഈസ് ഓഡ്, മൂന്നാമത്തേത് n² ഈസ് ഈവൻ. അപ്പോൾ ഈ 3 എണ്ണവും ട്രൂ ഇക്വലൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് P1 implies P2 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും, P2 implies P3 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും, പിന്നെ P3 implies P1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. അപ്പോൾ ഈ 3 ഇംപ്ലിക്കേഷൻസ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് ഈ 3 എണ്ണം ഇക്വലൻ്റ് ആണ് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അതാ പറയുന്നത് we will show that these 3 statements are equivalent by showing that the conditional statements P1 implies P2, P2 implies P3 and P3 implies P1 are true. We use a direct proof to show that P1 implies P2. P1 implies P2 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളൊരു ഡയറക്റ്റ് പ്രൂഫാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ n ഈവൻ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. n ഈവൻ ആണെങ്കിൽ എന്നിനെ നമുക്ക് 2k എന്നുള്ള ഫോമിൽ എഴുതാനായിട്ടും പറ്റും. അപ്പോൾ നമ്മൾ n-1 എന്ന് പറയുന്നത് 2k-1 ആണ്. ഈ 2k-1നെ നമുക്ക് 2 × k-1 + 1 എന്ന് എഴുതാൻ പറ്റും. ഇത് രണ്ടെണ്ണവും സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതുമ്പോഴത്തേക്ക് നമുക്കിതിനെ ഒരു 2 × some integer + 1 എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് പറയാൻ പറ്റും n-1 ഓഡാണ് എന്ന് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് പറയാൻ പറ്റും. അപ്പം നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റുന്നത്, ഈ n-1നെ നമ്മൾ 2 × k-1 + 1 എന്ന് എഴുതിയതിൻ്റെ അകത്തുനിന്ന് നമുക്ക് 2m + 1 എന്ന് എടുക്കാൻ പറ്റും, വേർ m ഈസ് ദ ഇൻറ്റീജർ k-1. അപ്പം നമ്മൾ n ഈവൻ ആണെന്ന് എടുത്തു തുടങ്ങിയിട്ട് n-1 ഓഡാണെന്ന് പ്രൂവ് ചെയ്തു. അതായത് P1 implies P2 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അടുത്തായിട്ട് P2 implies P3 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഡയറക്റ്റ് പ്രൂഫ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് n-1 ഓഡാണെന്ന് അസ്യൂം ചെയ്യുന്നു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് n² ഈവൻ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. n-1 ഓഡായതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റുന്നത്, n-1നെ 2k + 1 എന്ന് എഴുതാനായിട്ടും പറ്റും ഫോർ സം ഇൻറ്റീജർ k. അങ്ങനെയാണെങ്കിൽ നമുക്ക് n-1 = 2k + 1 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ n = 2k + 2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ n² നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ടും പറ്റും, 4k² + 8k + 4 എന്ന് എഴുതാൻ പറ്റും. അതിനെ നമുക്ക്
2 ഇൻറ്റു 2k² പ്ലസ് 4k പ്ലസ് 2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് പറയാൻ പറ്റും n² ഈവൻ ആണ് എന്ന് പറയാനായിട്ടും പറ്റും. അപ്പോൾ n-1 ഓഡ് ആണെങ്കിൽ n² ഈവൻ ആണ്. അതായത് P2 ഇംപ്ലൈസ് P3യും ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അടുത്തായിട്ട് നമുക്ക് P3 ഇംപ്ലൈസ് P1 ആണ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. To prove P3 implies P1, we use a proof by contraposition. അതിന് നമ്മൾ കോൺട്രാപ്പൊസിഷൻ ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ P1ൻ്റെ നെഗേഷൻ എടുത്തിട്ട് അത് ഇംപ്ലൈസ് P3യുടെ ഈ നെഗേഷൻ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ P1ൻ്റെ നെഗേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് n ഓഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ n ഓഡെന്ന് എടുക്കുന്നു. ഇഫ് n ഈസ് ഓഡ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യൂവിൻ്റെ P3യുടെ നെഗേഷൻ എന്ന് പറയുന്നത് n² ഓഡ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കോൺട്രാപ്പൊസിഷൻ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് വി പ്രൂവ് ദാറ്റ് ഇഫ് n ഈസ് നോട്ട് ഈവൻ ദെൻ n² ഈസ് നോട്ട് ഈവൻ എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കോൺട്രാപ്പൊസിഷൻ എടുക്കുമ്പോഴത്തേക്കും. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് n ഓഡ് ആണെങ്കിൽ n² ഓഡ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് P3 ഇംപ്ലൈസ് P1 ട്രൂ ആണെന്ന് കിട്ടി. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ തിയറം എന്ന് പറയുന്നത് ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് ഈക്വലൻ്റ് ആണെന്ന് പറയുന്ന ആ തിയറം ട്രൂ ആണ് എന്ന് നമുക്ക് പറയാനായിട്ടും പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്രൊപ്പോസിഷൻസ് പ്രൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ചില മെത്തേഡ്സ്. അപ്പോൾ താങ്ക് യു.